മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ അനുമോളും രേണുസുധിയുടെയും പ്രശ്നമാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ 2 പേരെ ഒരാൾ തിരഞ്ഞെടുക്കുക. വൃത്തിയുള്ള ഒരാളും അതേപോലെ തന്നെ വൃത്തിയില്ലാത്ത ഒരാളും. വ്യക്തമായ കാരണവും പറയാം. നമ്മുടെ അനുമോള് രേണു ചേച്ചിനെയായിരുന്നു പറഞ്ഞത്. രേണു ചേച്ചീൻ്റെ തലയിൽ പേനുണ്ട്, അത് ഫ്രണ്ടിലായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചേച്ചി അതുകൊണ്ട് തലയൊക്കെ ഒന്ന് കഴുകണം. ചേച്ചി തല കഴുകാറില്ല, അതാണ് പ്രശ്നം. ഇവിടെ തന്നിരിക്കുന്ന ബിഗ് ബോസ് തന്നിരിക്കുന്ന ഷാമ്പു ഇട്ടിട്ടാണെങ്കിൽ ചേച്ചിക്ക് കഴുകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശൈത്യം, നവീന്, രേണു അതേപോലെ ആദില ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവീൻ പറയുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് തന്നെ, എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് തന്നെ ഞാൻ തുറന്നു പറയുന്നുണ്ട്. ശൈത്യ അനുവിനെ ശരിക്കും ചതിക്കുകയാണ് ചെയ്യുന്നത്. അനുവിൻ്റെ ഒരു തെറ്റ് ഞാനിവിടെ പറയണമെന്ന് കരുതിയതാണ്. അനു കിച്ചൺ ടീമിലുള്ള ആളാണല്ലോ. അനു അവിടെ കയറി ഇരിക്കുന്നതും നമ്മൾ ചപ്പാത്തി പരത്തുന്ന സ്ഥലമാണല്ലോ അതൊക്കെ, അവിടെയൊക്കെ കയറി ഇരിക്കുന്നത് അത് മോശം തന്നെയല്ലേ. അപ്പോൾ നവീൻ പറയുന്നുണ്ട് അതിവിടെ പറയേണ്ട ആവശ്യമില്ല, പക്ഷേ അതും ഒരു തെറ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിലനോട് രേണു ചോദിക്കുന്നുണ്ട് എൻ്റെ തലയിൽ കൂടെ പേൻ ഒഴുകി വരുന്നുണ്ടെന്നാണ് അനുമോള് പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഒഴുകി വരിക എന്നൊക്കെ എന്തിനാ പറയുന്നത്. അപ്പോൾ നവീൻ പറയുന്നുണ്ട് ചേച്ചിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് പറ, എനിക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടൊന്ന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്ന് അവിടെ പോയി ഒന്ന് പറയുന്നതൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അനുമോൾക്കെതിരെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് കുറ്റം പറയുന്നത്. എന്താണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കൂടെ നിന്ന് ചതിക്കുന്ന ശൈത്യയെ അനുമോൾ മനസ്സിലാക്കുമോ? നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.